സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവം ഞങ്ങളുടെ കരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, സഹായകനായ പരിശുദ്ധാത്മാവെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ ചിന്തയുടെ, ബുദ്ധിയുടെ, നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ നാവിലൂടെ വരുവാനും കേൾക്കുന്ന ആളുകൾക്ക് അത് വിശ്വാസവർദ്ധനയ്ക്ക് ഇടയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ചില കാര്യങ്ങളും ആ വായനയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളെ എങ്ങനെ ദൂരീകരിക്കാം എന്നതിനുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്കൂളിൽ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ഉത്ഭവിച്ചു എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പല തിയറികൾ അവിടെ പഠിപ്പിക്കാറുണ്ട്. ചാൾസ് ഡാർവിൻ തുടക്കം കുറിച്ച തിയറി ഓഫ് എവല്യൂഷൻ, an essay on the species on earth എന്ന് പറയുന്ന ചർച്ചകൾ, അല്ലെങ്കിൽ ഏകകോശ ജീവികൾ ആദ്യം ഉണ്ടായി, പിന്നെ അത് ബഹുകോശ ജീവികളായി മാറി, പിന്നീട് അത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളായി പരിണമിച്ചു. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ പിന്നീട് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളായി മാറി, ആംഫിബിയസ് ആയി മാറി. പിന്നീട് കാലങ്ങൾ കടന്നുപോയ സമയത്ത് ഈ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾക്ക് വെർട്ടിബ്രൽ കോളം ഉണ്ടാവുകയും അവർ കരയിൽ മാത്രം ജീവിക്കുന്ന ആളുകളായി, പിന്നീട് അവർ ഇഴജന്തുക്കളായി മണ്ണിൽ ഇഴയുന്നവരായി മാറി, കൈയും കാലും കുത്തി നടക്കുന്നവരായി മാറി, അല്ലെങ്കിൽ മരത്തിൽ കയറുന്നവരായി മാറി, പിന്നീട് അത് കുരങ്ങനായി മാറി, ആ കുരങ്ങൻ പിന്നീട് മനുഷ്യനായി പരിണമിച്ചു എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം ഇത് സ്കൂളിൽ പോയി പഠിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലം, ഇത് പണ്ട് കാലത്ത് എൻ്റെയൊക്കെ സ്കൂൾ ഡേയ്സിൽ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് പുതിയ പുതിയ തിയറികൾ വരുന്നു. ഈ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ശരിയല്ല എന്ന് പലരും പറയുന്നു. ഇന്ത്യ ഗവൺമെൻറ് NCERT സിലബസിൽ അല്ലെങ്കിൽ CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സിലബസിൽ ഈ ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതെന്ന് 2 വർഷം മുൻപ് തീരുമാനമെടുത്തു. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതേസമയം പുതിയ ചില തത്വങ്ങൾ കടന്നു വന്നു. ഭൂമിയിൽ മനുഷ്യൻ ഉത്ഭവിച്ചത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറിയിൽ നിന്ന് കുറേ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചു, അതിൽ ഭൂമി ഉണ്ടായി, ഭൂമിയിൽ പിന്നെ മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ബിഗ് ബാങ് തിയറി. പിന്നെ വെളിച്ചമുണ്ടായതിനെക്കുറിച്ച്, ഭൂമിയിൽ മുഴുവൻ ഇരുട്ടായിരുന്നു, പിന്നീട് വെളിച്ചമുണ്ടായി, പിന്നീട് ഒരു ബ്ലാക്ക് ഹോൾ തിയറി വന്നു, തമോഗർത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ പഠിപ്പിക്കുന്നു. അത് വെളിച്ചത്തെ വിഴുങ്ങുന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കുന്നത് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ടില്ലാതെ ആവുന്നതാണ്. പക്ഷേ ഇവിടെ ഇരുട്ട് വെളിച്ചത്തെ വിഴുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് വരും. പിന്നീട് സ്റ്റഡി സ്റ്റേറ്റ് തിയറി, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നാച്ചുറൽ സെലക്ഷൻ, ജീൻ മ്യൂട്ടേഷൻ, ഇങ്ങനെ പല സാധനങ്ങളും സ്കൂളിൽ കുട്ടികൾ ഒരു 12th വരെ ആകുമ്പോഴേക്കും പഠിക്കുന്നു. ഈ പഠിച്ച ഈ കുട്ടികൾ തന്നെയാണ് സൺഡേ കാറ്റിസം ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഈ സൺഡേ കാറ്റിസം ക്ലാസ്സിൽ വരുന്ന സമയത്ത് പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 2 പ്രാവശ്യം 2 തരത്തിലുള്ള മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉത്ഭവത്തെക്കുറിച്ച് 2 തരത്തിൽ വായിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളുണ്ടാകുന്നു. ആ സംശയങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയിലെ വികാരി അച്ഛന്മാരോടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ അവിടുത്തെ കരിസ്മാറ്റിക് പ്രവർത്തകരോടൊക്കെ പോയി സംശയങ്ങൾ ചോദിക്കുന്നു. 99% ഈ ആളുകളിൽ നിന്നൊക്കെ മറുപടി വരാറുള്ള, നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചാൽ മതി, ഇത് ദൈവിക രഹസ്യങ്ങളാണ്, അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തി തരും, നിങ്ങൾ ബുദ്ധി കൊണ്ട് ഇതിനെ തേടണ്ട, ബുദ്ധി കൊണ്ട് തേടിക്കണ്ട് നിങ്ങൾക്കിതിന് ഒരു ഉത്തരം ലഭിക്കില്ല എന്നൊരു മറുപടി ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടായിക്കഴിയുന്ന കുട്ടികൾ സാധാരണഗതിയിൽ ഇപ്പോൾ സൺഡേ കാറ്റിസത്തിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് ഉത്തരം എഴുതി അവർ പരീക്ഷയിൽ ജയിക്കുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോയി അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ശാസ്ത്രീയ വിഷയങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. അവിടെയും അവർ ഉന്നതമായ മാർക്ക് ലഭിക്കുന്നു.
ഇതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് ഒരു 12th കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളോട് ചോദിക്കുക, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ, എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്കൊരു അപ്പനും അമ്മയും ഉണ്ട്, ഇനി പണ്ടത്തെ കഥ അന്വേഷിച്ച് നടക്കാൻ എനിക്ക് നേരമില്ല. ഇനി രണ്ടാമതൊരു ചോദ്യം ചോദിക്കുക, ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവമാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്? അപ്പോൾ കുറേ കൂടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള മറുപടിയാണ് തരാൻ. ദൈവം ഉണ്ടാകാം, ദൈവം ഇല്ലായിരിക്കാം, ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നീ പിന്നെ എന്തിനാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് മൂന്നാമതൊരു ചോദ്യം ചോദിച്ചാൽ പറയും, എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനികളാണ്, എൻ്റെ പൂർവ്വപിതാക്കന്മാരൊക്കെ ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ കത്തോലിക്കരാണ്, അതുകൊണ്ട് ഞാനും ആ സഭയിൽ അംഗമെന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു, പിതാക്കന്മാരുടെ വിശ്വാസം കാത്ത് പാലിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുടെ മക്കൾ ഇപ്പോൾ വന്ന സമയത്ത് അവരും ഈ 12th വരെ വേദദേശം പഠിക്കുന്നു, ജീസസ് യൂത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് കടന്നു ചെല്ലുന്നു. ആ പ്രൊഫഷണൽ കോളേജിൽ കടന്നു ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിൽ 18% എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോളേജിൽ 100 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും 18 ക്രൈസ്തവ കുട്ടികൾ, വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ജനസംഖ്യയുടെ അനുസൃതമായി വരുന്ന സമയത്ത് 25% മുസ്ലിം ജനസംഖ്യ ഉള്ളതുകൊണ്ട് 25 കുട്ടികൾ, 100 കുട്ടികളുണ്ട്, 25 പേര് മുസ്ലിം കുട്ടികളും 18 പേര് ക്രിസ്ത്യൻ കുട്ടികളും 57 പേര് ഹിന്ദു വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, പട്ടികജാതി സംവരണം എല്ലാം ഉൾപ്പെടെ 57 കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ വളരെ അടുത്ത് പെരുമാറുകയും ഇടപഴകുകയും തുടർന്ന് അവർ ജോലിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ കണ്ട് പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നു. അവരിപ്പോൾ സഭയും ഇതൊന്നും നോക്കിയിട്ടൊന്നല്ല പലരും വിവാഹത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാത്തതാണ്. കുറേയൊക്കെ ആത്മീയ വിദ്യാഭ്യാസത്തിന് സഹായകരമായി മാറുന്നത് ധ്യാനമന്ദിരങ്ങളിൽ നടക്കുന്ന വചനപ്രഘോഷമാണ്. ധ്യാനമന്ദിരങ്ങളിലെ വചനപ്രഘോഷണത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് മിക്കവാറും അവിടെ ദൈവസ്നേഹം, പാപം, ക്ഷമ, മാനസാന്തരം, വീണ്ടും ജനനം, നല്ല കുമ്പസാരം, പ്രാർത്ഥനാ ജീവിതം, കുടുംബജീവിതത്തിനുള്ള ചില ഉപദേശങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടുള്ള ചില പ്രബോധനങ്ങൾ, അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചില പ്രബോധനങ്ങളും, ഇതാണ് മിക്കവാറും എല്ലാ ധ്യാനമന്ദിരങ്ങളിലെയും കണ്ടൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ വിഷയങ്ങളിലേക്കുള്ള ഒരു ഉത്തരം അതായി മാറുന്നില്ല. അത് ആളുകളുടെ ഇടയിൽ സംശയരൂപത്തിൽ നിൽക്കുകയും വിശ്വാസ ജീവിതത്തിന് വീഴ്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന വംശാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിന്തകളിലേക്ക് നമുക്കിന്ന് കടന്നു പോകാം. ദൈവം അനുവദിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം ഒക്കെ സൃഷ്ടികർമ്മത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് ആദം എന്ന ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്നു ആദത്തിൻ്റെ വാരിയെടുത്തുകൊണ്ട് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നു. സ്ത്രീയെ സൃഷ്ടിക്കുന്നു. പുരുഷനും സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാരായി അല്ലെങ്കിൽ സന്താനപുഷ്ടികളായി പെരുകി ലോകം മുഴുവൻ കീഴടക്കാനുള്ളൊരു ഉപദേശം കൊടുക്കുന്നു. അവർക്ക് മക്കൾ ജനിക്കുന്നു. ആ മക്കളെ ജനിക്കുന്ന സമയത്ത് ഒരു ശരാശരി ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ശരാശരി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളിലുള്ള ശരാശരി അറിവുള്ള ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നൽകുന്ന ഒരു സ്ഥിരം മറുപടിയുണ്ട്. ആദം ഹൗവ ദമ്പതികൾക്ക് എത്ര മക്കളുണ്ട്? ഉടനെ എല്ലാവരും പറയുന്ന മറുപടിയാണ് കായേൻ എന്ന ആദ്യ മകൻ ജനിച്ചു, പിന്നീട് ആബേൽ എന്ന മകൻ ജനിച്ചു, പിന്നീട് അവർ തമ്മിലുള്ള ഒരു സിബ്ലിംഗ് റൈവൽറി എന്നൊക്കെ പറയുന്നതിൻ്റെ അന്നത്തെ ഒരു പശ്ചാത്തലം, സഹോദരനെ അല്ലെങ്കിൽ കായേൻ ആബേലിനെ കൊല്ലുന്നു, പിന്നെ കായേൻ മാത്രമാണ് ഭൂമിയിൽ ഉള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് കുട്ടികൾ സാധാരണഗതിയിൽ കുട്ടികളുടെ ധ്യാനത്തിനൊക്കെ പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കായേന് എങ്ങനെയാണ് മക്കളുണ്ടായത്?
അല്ലെങ്കിൽ കായേന് കല്യാണം കഴിക്കാൻ എവിടെ നിന്നാണ് സ്ത്രീയെ കിട്ടിയത്? പിന്നെ ചിലർ കുറച്ചും കൂടെ കടന്ന കൈയായിട്ട് ഇനിയിപ്പോൾ കായേൻ്റെ ഭാര്യയായിട്ട് ഈ ഹൗവ തന്നെ കായേനും ഭാര്യയായോ, കായേന് ഹൗവയിലും മക്കളുണ്ടായോ, ആദത്തിനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇത്തരം താഴ്ന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങൾക്കൊക്കെ കാരണമായി മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങളൊന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആദം ഹൗവ ദമ്പതികൾക്ക് കായേൻ ആബേൽ എന്ന 2 മക്കൾ ജനിക്കുന്നു. കായേനും ആബേലും കായേൻ ആബേലിനെ കൊല്ലുന്നു. പിന്നെ കായേൻ മാത്രമാണ് അവിടെ ഉള്ളത്. ആ കായേൻ മാത്രമുള്ള സമയത്ത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു, അവർക്ക് ഈ ആദം ഹൗവ ദമ്പതികൾക്ക് സേത്ത് എന്ന മകൻ ജനിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നത് കായേന് താഴെയുള്ള ഒരു വംശാവലി നമ്മൾ വായിക്കുന്നു. സേത്തിൻ്റെ താഴെയുള്ള ഒരു വംശാവലി നമ്മൾ വായിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ 2 വംശാവലികളും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അത് തുടങ്ങുന്നത് തന്നെ കായേൻ്റെ സന്താന പരമ്പര എന്ന് പറഞ്ഞുകൊണ്ടാണ്. കായേൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെയും സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കായേൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹേനോക്കിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായേന് ഹേനോക്ക് എന്നൊരു മകൻ ജനിക്കുന്നു. കായേൻ ഒരു നഗരം പണിതു, തൻ്റെ പുത്രനായ ഹേനോക്കിൻ്റെ പേര് അതിന് നൽകി. അത് കഴിഞ്ഞ് 18-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു, ഈ ഹേനോക്കിന് ഈരാദ് എന്നൊരു മകൻ ജനിക്കുന്നു. ഈ ഈരാദ് അല്ലാതെ വേറെയും മക്കളുണ്ട്, പക്ഷേ ഈരാദിൻ്റെ പേര് മാത്രമാണ് പരാമർശിക്കുന്നത്, മൂത്ത മകൻ്റെ പേര് മാത്രമാണ് പരാമർശിക്കുന്നത്. ഈരാദിന് മെഹുയായേൽ ജനിച്ചു. മെഹുയായേലിന് മെതുശായേലിനും മെതുശായേലിന് ലാമേക്കും ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം, കായേൻ, ഹേനോക്ക്, ഈരാദ്, മെഹുയായേൽ, മെതുശായേൽ, ലാമേക്ക്, അങ്ങനെ ഒരു 7 തലമുറകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എല്ലാ തലമുറകളിലും പെട്ട ഒരു ആൺകുട്ടിയുടെ പേര് മാത്രമാണ് പറയുന്നത്, മറ്റുള്ള ആളുകളുടെ പേര് പറയുന്നില്ല. അപ്പോഴും സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, കായേനെ എങ്ങനെയാണ് ഈ ഭാര്യയെ ലഭിച്ചത് എന്ന്. പല ആളുകളും പല വേർഷൻസൊക്കെ പറയുന്നുണ്ടെങ്കിലും ബൈബിൾ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആധികാരികമായിട്ട് വിശ്വസിക്കുന്നത് ആദം ഹൗവ ദമ്പതികൾക്ക് 72 മക്കൾ ജനിച്ചു. ആ ജനിച്ചതിൽ മിക്കവാറും ഇരട്ടക്കുട്ടികളാണ് മിക്കവാറും ജനിച്ചത്. ഈ ആദത്തിൻ്റെ മക്കൾ, ആൺമക്കളും പെൺമക്കളും പരസ്പരം വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഒരു ചരിത്രം വ്യക്തി കേന്ദ്രീകൃതമായി മാറുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ മാത്രം പരാമർശിക്കുന്നു, മറ്റു ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ വീണ്ടും ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ സംശയം ഇപ്രകാരമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളെ കല്യാണം കഴിക്കാൻ സാധിക്കുമോ, അത് പ്രശ്നമല്ലേ എന്നുള്ളത്. ഇതിനുള്ള ശാസ്ത്രീയമായ ഉത്തരം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദം ഹൗവയെ ദൈവം സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് അവർക്ക് പെർഫെക്റ്റ് ജീൻ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അവർ പാപം ചെയ്യാതെ ജീവിച്ചിരുന്ന സമയമായതുകൊണ്ടും ദൈവകൽപ്പനകളിലെ ഒരു സവിശേഷമായ ഒരു കർത്തൃത്വം അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പരമ്പരാഗതമായ രോഗങ്ങളോ പീഡകളോ ഒന്നും ഈ ആദ്യത്തെ 7 തലമുറകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം വിവാഹം കഴിക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ 7 തലമുറ വരെയുള്ള ആളുകളെ വിവാഹം കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിൽ അത് വർദ്ധിതമായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് നിർദ്ദേശിക്കുന്നത്.
ഇന്ന് പരിഷ്കൃതമായ രാജ്യങ്ങളിലും പരിഷ്കൃത സമൂഹങ്ങളിലും ഒന്നും തന്നെ ഈ അടുത്ത ബന്ധുക്കളെ, രക്തബന്ധത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കുന്ന ചടങ്ങ് ഇല്ല. ഇന്ത്യയിലെ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ, അമ്മാവൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു, അമ്മാവൻ്റെ മകനെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുടുംബപരമായ ആളുകളെ വിവാഹം കഴിക്കുന്ന കാര്യം ഇന്ത്യയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് മിക്കവാറും സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പിളർപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു തീരുമാനത്തിലൂടെ പോകുന്നതെന്ന് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇനി രണ്ടാമത്തെ ഒരു ചിന്ത, ഇത് ധാർമ്മികമായിട്ട് ബന്ധുക്കളെ വിവാഹം കഴിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ആദത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞ് ഏകദേശം ഒരു 3000 വർഷങ്ങൾക്ക് ശേഷമാണ് മോസസ് വരുന്നത്. മോശയുടെ കാലത്താണ് 10 കൽപ്പനകളും 613 ധാർമ്മിക നിയമങ്ങളും ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോശ വന്ന് ഈ വ്യക്തി നിയമങ്ങളും സമുദായിക നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളൊക്കെ ചട്ടപ്പെടുത്തി ഈ 613 നിയമങ്ങൾ ക്രോഡീകരിച്ച് നൽകുന്നത് വരെ ഇത് ഒരു നിയമത്തിൻ്റെ ലംഘനമാണ്, പാപം. അതുകൊണ്ട് തന്നെ ഇതൊരു പാപമായിട്ട് കരുതപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ, ഒന്ന് ആ കാലഘട്ടങ്ങളിൽ പെർഫെക്റ്റ് ജീൻ സ്ട്രക്ചർ ഉണ്ടായിരുന്നതുകൊണ്ടും, 2 ധാർമ്മിക നിയമങ്ങൾ ആ കാലത്ത് നിലവിലില്ലാതിരുന്നതുകൊണ്ടും ബന്ധുമിത്രാദികൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കായേൻ ഈ ആദത്തിന് ജനിച്ച 2-3 ആൺമക്കളുടെ പേര് മാത്രമാണ് പരാമർശിക്കുന്നുള്ളെങ്കിൽ പോലും വേറെയും മക്കൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. കായേൻ തന്നെ പറയുന്ന ഒരു പരാമർശമുണ്ട്. ആബേലിനെ കൊന്നതിന് ശേഷം ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, കാണുന്നവരൊക്കെ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. കാണുന്നവരൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെയും ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടുള്ള അങ്ങനെ ഒരു പദപ്രയോഗം നടത്തുന്നത്. എന്ത് തന്നെയായാലും നമ്മൾ ഈ കായേൻ്റെ പിന്നീടുള്ള വംശാവലി നമ്മൾ കാണുന്നു. ഹേനോക്ക്, ഈരാദ്, മെഹുയായേൽ, മെത്തുശായേൽ, ലാമേക്കിലേക്ക് കടന്നു വന്ന് നിൽക്കുന്ന ഒരു തലമുറ. അതുപോലെ തന്നെ സേത്തിൻ്റെ വംശാവലിയും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ആ സേത്തിൻ്റെ വംശാവലി 5-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ആദം മുതൽ നോഹ വരെയുള്ള വംശാവലി പറയുന്ന സമയത്ത് 5-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലൊരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിന് ശേഷം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിൻ്റെ ജീവിതകാലം 930 വർഷമായിരുന്നു. സേത്തിന് 105 വയസ്സുള്ളപ്പോൾ ഏനോഷ് എന്ന പുത്രൻ ജനിച്ചു. ഇത് കഴിഞ്ഞിട്ട് വായിക്കുന്നു, ഏനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രൻ ജനിച്ചു. ഇത് കഴിഞ്ഞിട്ട് വായിക്കും 12-ാമത്തെ വാക്യത്തിൽ കെയ്നാൻ 70 വയസ്സായപ്പോൾ മഹലേൽ എന്ന മകനുണ്ടായി. 15-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ. മഹലേലിന് 65 വയസ്സപ്പോൾ യാരേദ് എന്ന മകൻ ജനിച്ചു. യാരേദിന് 162 വയസ്സായപ്പോൾ ഹേനോക്ക് എന്ന പുത്രനുണ്ടായി. ഹേനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരേദ് 800 വർഷം ജീവിച്ചു. അല്ലെങ്കിൽ സേത്ത് മുതലുള്ളൊരു വംശാവലി പറയുകയാണ്. നമ്മൾ നേരത്തെ കായേന് ശേഷമുള്ള, അല്ലെങ്കിൽ ആദം, കായേൻ, ഹേനോക്ക്, ഈരാദ്, മെഹുയായേൽ, മെത്തുശായേൽ, ലാമേക്ക് എന്ന ഒരു 7 തലമുറകളെ കുറിച്ച് കേട്ടതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്നു. സേത്ത്, ഏനോഷ്, കെയ്നാൻ, മഹലേൽ, യാരേദ്, ഹെനോക്ക്, മെത്തുസലെ വരെയുള്ള ഒരു വംശാവലി നമ്മൾ കാണുന്നു. അപ്പോൾ 2 വംശാവലി നമ്മൾ കാണുന്നു. ഒന്ന് ആദത്തിൽ നിന്ന് തുടങ്ങി കായേൻ വഴി മുന്നോട്ട് പോകുന്നൊരു വംശാവലി. 2 ആദത്തിൽ നിന്ന് സേത്തിലേക്കും തുടർന്ന് വരുന്ന വംശാവലി. അപ്പോൾ ഈ 2 വംശാവലി ശ്രദ്ധിക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ കാണുന്നു, കായേനിൽ നിന്ന് തുടങ്ങുന്ന വംശാവലിയിൽ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന, ദൈവിക നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത, ലൗകികമായ വിജയങ്ങളും യുദ്ധങ്ങളും പിടിച്ചെടുക്കലും നഗരം പണിയലും ഒക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ലോക കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അപ്പുറത്ത് സേത്തിൻ്റെ വംശാവലിയിൽ നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു, അവരെല്ലാം ഒരു ഭക്തജീവിതം നയിക്കുന്ന, ദൈവിക നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് കാണുന്നു. ഈ സേത്തിൻ്റെ മകനായ ഏനോഷിൻ്റെ കാലത്ത് നമ്മൾ വായിക്കുന്നു, 4-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്,
ഏനോഷ് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു. അതായത് ആദം, സേത്ത്, ഏനോഷിൻ്റെ സമയമായപ്പോഴേക്കും കർത്താവിൻ്റെ നാമം വിളിച്ചവർ പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കെയ്നാൻ, മഹലേൽ, യാരേദ്, ഹേനോക്ക് 5:19 വരുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു, ഹേനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരേദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരേദിൻ്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹേനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുസലേഹ് എന്ന മകനുണ്ടായി. മെത്തുസലേഹിൻ്റെ ജനനത്തിന് ശേഷം ഹേനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അത് വലിയ വിഷയമാണ്. വേറെ ആർക്കും ഇങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു എന്ന പരാമർശം നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വേറെയും മക്കളൊക്കെ എല്ലാവർക്കും ഉണ്ടായി. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ മൂത്ത പുത്രൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഹേനോക്കിൻ്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7ാമത്തെ തലമുറ എത്തിയപ്പോഴും ഇവരെല്ലാം ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് 24ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കുന്നു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിലേക്ക് പോകാതെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആദ്യത്തെ ബൈബിളിൽ പരാമർശിക്കുന്ന വ്യക്തിയായി ഹേനോക്ക് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ബൈബിളിൽ പറയപ്പെടുന്ന ആളുകളൊക്കെ ഈ ഭൂമിയിൽ സ്വാഭാവികമായിട്ട് മരണം വന്ന സമയത്ത് ഈ ഹേനോക്കിനെ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോശയുടെ ജീവിതകാലം അവസാനിക്കുന്ന സമയത്ത് മോശ മരിക്കുന്നു, മോശയെ അടക്കുന്നു. പക്ഷെ പിന്നീട് മോശയെ നമ്മൾ അടുത്ത നാളുകൾ വരുന്ന സമയത്ത് മോശയുടെ കല്ലറ തേടി വരുന്ന ആളുകൾക്ക് മോശയുടെ കല്ലറ കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ മോശയെക്കുറിച്ച് പരാമർശം കാണുന്നത് താബോർ മലയിലെ രൂപാന്തരീകരണ സമയത്ത് ഏലിയയും മോശയും യേശുവിന് മുൻപിൽ കടന്നു വരികയും യേശുവിനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ രൂപം ധരിച്ച അല്ലെങ്കിൽ രൂപാന്തരീകരിക്കപ്പെട്ട ശരീരമുള്ള 2 വ്യക്തികൾ അവിടെ കടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഏലിയ പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ, ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തി, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇരട്ടിയായി അടുത്ത ആളിലേക്ക് പകർന്നു കൊടുത്ത വ്യക്തിത്വം. ഏലിയയെ മരണസമയം അടുത്ത സമയത്ത് സ്വർഗത്തിൽ നിന്ന് ആഗ്നേയരഥങ്ങൾ വന്ന് ഏലിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേനോക്കിനെ പോലെ തന്നെ ഏലിയയും മോസസും ഒക്കെ സ്വർഗത്തിലേക്ക് തന്നെ മരിച്ചിട്ടോ മരിക്കാതെയോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പലരും പറയാറുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടല്ലോ എന്ന് പറയാറുണ്ട്. മറിയത്തെക്കുറിച്ച് 4 ഡോക്ട്രിനുകളാണ് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഒന്ന്, മറിയം നിത്യകന്യകയാണ്, മറിയം ദൈവത്തിൻ്റെ മാതാവാണ്, മറിയം സ്വർഗാരോപിത ആണ്, മറിയം അമലോത്ഭവമാണ്. ഇങ്ങനെ 4 ഡോക്ട്രിനുകളാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഈ മറിയത്തെക്കുറിച്ചിട്ട് മലയാളത്തിൽ തന്നെ പറയുന്നത് സ്വർഗാരോപിത എന്നാണ് പറയുന്നത്. സ്വർഗാരോഹണം എന്നല്ല പറയുന്നത്, സ്വർഗാരോപിത എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഈ മാതാവിനുമായി ബന്ധപ്പെട്ട ചില ദേവാലയങ്ങളൊക്കെ കാണുന്ന സമയത്ത് ദി അസംഷൻ ചർച്ച്, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ അസംഷൻ കോളേജ്, ഇവിടെ തന്നെ അയ്യന്തോൾ പള്ളിയുടെ പേര് തൃശ്ശൂർ ജില്ലയിലെ അസംഷൻ ചർച്ച് എന്നാണ്. വരന്തരപ്പള്ളിയിലും ഒരു മാതാവിൻ്റെ പള്ളി അസംഷൻ ചർച്ചാണ്. അതായത് അസംഷൻ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുക എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞാൽ ഊഹിക്കുക, അതിൻ്റെ നൗണാണ് അസംഷൻ. അപ്പോൾ സ്വർഗാരോപിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് സഭ വിശ്വസിക്കുന്നു. അതിന് ശാസ്ത്രീയമായ തെളിവുകളോ അല്ലെങ്കിൽ ബൈബിൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമില്ല. പക്ഷേ അത് ഡോഗ്മാറ്റിക് തിയോളജിയുടെ ഭാഗമായിട്ട് അത് പഠിപ്പിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷേ ആ പഠിപ്പിക്കുന്ന സമയത്തും സ്വർഗാരോഹണം എന്നല്ല പറയുന്നത്, റിസറക്ഷൻ എന്നല്ല പറയുന്നത്, അസംഷൻ എന്നാണ് പറഞ്ഞത്. അതേസമയം യേശു കല്ലറയിൽ അടക്കപ്പെട്ടു 3-ാം ദിവസം ഉയർത്തു സ്വർഗാരോഹണം ചെയ്തു എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള ഹ പ എന്നീ 2 വാക്കുകളിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് തലമുറകളുടെ സ്വാധീനമുണ്ടാവുക എന്ന് നോക്കുന്ന സമയത്ത് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ
ഈ ലാമേക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള 2 തിരുവചനങ്ങളൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്ന് അവളൊരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്നവന് പേരിട്ടു. കായേൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നാണ് അവനെന്ന് പറഞ്ഞ് അവൾ സേത്തിനൊരു പുത്രൻ ജനിച്ചു. ഈ കഥകൾ പറയുന്നു. അതേസമയം തന്നെ ഈ സേത്തിൻ്റെ വംശാവലി അല്ലാണ്ട് കായേൻ്റെ വംശാവലി പറയുന്ന സമയത്ത്, കായേൻ്റെ സന്താന പരമ്പര പറയുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 23-24 വാക്യങ്ങളോടെ പോകുന്ന സമയം നമ്മൾ കാണുന്നു. ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ. ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദാ സില്ല എന്ന പേര്. ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. അപ്പം ലാമേക്ക് തൻ്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയാണ്, എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരുവനെയും കൊന്നുകളഞ്ഞു എന്ന് വലിയ അവകാശവാദം പറയാണ്. തുടർന്ന് 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കായേൻ തൻ്റെ സ്വന്തം സഹോദരനായ ആബേലിനെ കൊന്ന സമയത്ത് 7 ഇരട്ടി പ്രതികാര ചിന്ത ഉണ്ടായിരുന്നു. കോപം, വൈരാഗ്യം, പ്രതികാരം, ഒരു നശീകരണ പ്രവണത, അങ്ങനെ 7 ദുർഗുണങ്ങൾ കായേൻ സ്വന്തമാക്കിയിരുന്നു. പക്ഷെ കായേനെ തുടർന്ന് ഓരോ തലമുറ മുന്നോട്ട് പോകുന്ന സമയത്തും കാണുന്നു, ലാമേക്കിലെത്തിയപ്പോൾ മുറിപ്പെടുത്തിയതിനും അടിച്ചതിനൊക്കെ കൊന്നുകളയുന്ന സ്വഭാവത്തിലേക്ക്, തനി ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ എത്തുന്നു. അടിച്ചതിനും മുറിപ്പെടുത്തിയതിനൊക്കെ ആളുകളെ കൊല്ലുന്നു. മാത്രമല്ല, ആ കൊന്നതിന് ശേഷം അത് ഭാര്യമാരെ വിളിച്ച് വലിയ അന്തസ്സോടുകൂടി പറയുന്നു. അതിലപ്പുറം പറയുന്നു, 6 തലമുറ മുമ്പ് ജനിച്ച കായേനുണ്ടായതിനേക്കാൾ അധികമായ കൊലപാതക ചിന്തയും പ്രതികാര ചിന്തയും വൈരാഗ്യ ചിന്തയും നശീകരണ ചിന്തയൊക്കെ ഉണ്ട്. അതിൽ സന്തോഷിക്കുന്നു. 77 ഇരട്ടി തിന്മ നിറഞ്ഞ സ്വഭാവമുള്ളതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. അതേസമയം ഈ കായേൻ്റെ തന്നെ സുസഹോദരനായ സേത്തിൻ്റെ വംശാവലിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നു, സേത്തിൻ്റെ മകനായ ഏനോഷിൻ്റെ സമയത്ത് ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം നയിക്കുന്നു. ഈ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ആളുകൾ പിന്നീട് നമ്മൾ കാണുന്നു, തലമുറകൾ കഴിയും തോറും തലമുറകളുടെ വിശദീകരണം സംഭവിക്കുന്നു. ആ തലമുറകളുടെ വിശദീകരണം സംഭവിച്ചു കഴിഞ്ഞ് 7-ാം തലമുറയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പരിപൂർണതയിലേക്ക് എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവും ബലപ്പെടുകയും, ആ ബലപ്പെടുകയും ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് നമ്മൾ കാണുന്നു, ദൈവം അവനെ മരണം കാണിക്കാതെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും കൂടെ മനസ്സിലാക്കാം. തലമുറകളുടെ കടന്നു പോകുന്ന സമയത്ത് മുൻ തലമുറയിലുള്ള നന്മയും തിന്മയൊക്കെ മുന്നോട്ട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രപ്രകാരമാണെങ്കിൽ ക്രോമോസോം, DNA, ജീനുകൾ, ജീനിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് അവർ പറയുന്നു. ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന നന്മയും തിന്മയും കൈമാറ്റം ചെയ്യപ്പെട്ട് മുന്നോട്ട് കടന്നു പോകുന്നു. ഇത് ആദത്തിൻ്റെ കാലം തൊട്ട് തന്നെ ഈ കൈമാറ്റം സംഭവിക്കുന്നു. ആ കൈമാറ്റം സംഭവിക്കുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരമ്പരാഗത രോഗങ്ങൾ, എല്ലാ തലമുറകളും ഒരേ തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള അസ്വസ്ഥതകൾ, ശാരീരികമായോ മാനസികമായിട്ടുള്ള ഒരേ തരത്തിലുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മരണങ്ങൾ ഒരേ തലമുറയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തലമുറകളുടെ ഒരു ദുസ്വാധീനം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട്. അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന വഴി മാത്രമാണ് അതിനുള്ള പരിഹാരം. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവികമായ ജ്ഞാനം ലഭിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് ആത്മീയ ഉപദേശം സ്വീകരിക്കുക. വൈദികരിൽ നിന്നോ അൽമായരായിട്ടുള്ള സുവിശേഷമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെറുതെ മനഃശാസ്ത്രം പഠിച്ച് ലോകത്തിൻ്റെ അറിവുകൾ പകർന്നു തരുന്നതിന് പകരം സുവിശേഷം പറയുന്ന തലമുറകളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവരിൽ നിന്ന് ആത്മീയോപദേശം നേടുകയും പ്രാർത്ഥിക്കുകയും, അങ്ങനെ പ്രാർത്ഥന വഴി ഈ തിന്മകളുടെ ദുസ്വാധീനം തലമുറകളിലൂടെ കൈമാറ്റം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു. നമുക്കിന്ന് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇതൊക്കെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ദൈവത്തിൻ്റെ ഒരു ആത്മീയ പ്രകാശം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഇവരിലേക്ക് കടന്നു വന്ന്
ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തലമുറകളുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ആ തലമുറകളുടെ ദുസ്വാധീനങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളിലൂടെ കടന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട അനുഗ്രഹദായകമായ വസ്തുതകൾ, ദൈവത്തോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ ജീവിതം അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് അത് കൂടുതൽ ശക്തമായി ഭാവി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഭൂമിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സേത്തിൻ്റെ വംശാവലിയും കായൻ്റെ വംശാവലിയും 2 ചോദ്യചിഹ്നങ്ങൾ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുകയും ഞങ്ങളതിന് ശരിയായ പ്രത്യുത്തരം നൽകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.